ഹലോ ഗൈസ്, അങ്ങനെ ഒരു വിഷു ദിവസം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഞാൻ പോലും അറിയാണ്ട് ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ചാനലായി മാറി. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മടി തന്നെയാണ് കാരണം. എനിക്ക് വയ്യ, വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മടി പിടിച്ചു പോയി. എന്താ അറിയത്തില്ല, കുറച്ച് മോട്ടിവേഷനൊക്കെ തന്ന് സഹായിക്കൂ നിങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അല്ലാതെ നമ്മുടെ അമ്പലം ഉണ്ട് കേട്ടോ, അവിടേക്കും പിന്നെ പോകുന്നുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു അമ്പലമായിരുന്നു കേട്ടോ അത്. ആ കാണുന്ന മൂഷികാവിൻ്റെ ചെവിയിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിക്കുന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ ഈ അമ്പലത്തിൽ നമുക്ക് തന്നെ പൂജ നടത്താം കേട്ടോ, ആരെയും വെയിറ്റ് ഒന്നും ചെയ്തിരിക്കേണ്ട, പൂജാരിനെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ പൂജ, ലഡു ഇതുണ്ട്, കുഞ്ഞു മണിമണി പോലത്തെ ഈ ലഡു ഇല്ലേ, അതാണ് ഇവിടുത്തെ പ്രസാദം. അത് ഈ എലിക്ക് കൊടുക്കുന്ന പ്രസാദമാണ്. അങ്ങനെ ഞാൻ തിരിച്ച്, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, റൂമിലെത്തി. ഇനി ഞാൻ തിരിച്ച് അമ്പലത്തിൽ പോവുകയാണ്, നമ്മുടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ സദ്യയൊക്കെ ഉണ്ട്, അപ്പം നമുക്കിന്ന് സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ കൈനീട്ടം ഞാൻ കുറച്ച് കുടിയന്മാർക്ക്, നന്മയുള്ള ലോകമായിട്ട് മാറിയതാണ് ഞാൻ, കുറച്ച് കുടിയന്മാർക്ക് കൊടുത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ എനിക്കും ഏച്ചിക്കും ആയിട്ടൊക്കെ കൈനീട്ടം തന്ന്, കുടിയന്മാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു കൃഷ്ണനെയും കൊണ്ട് വന്ന് ഞാൻ ആ പൈസ അതിൻ്റെ അകത്തിട്ട് ഞാൻ വെക്കുന്നതുകൊണ്ട് എൻ്റെ ഏച്ചി ആയിട്ടനും പുറകെ കൊണ്ടു വെച്ച്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ചീത്ത പറഞ്ഞു, എന്തിനാ കൈനീട്ടം അതിൻ്റെ അകത്ത് ഇട്ടെന്നിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എൻ്റെ കയ്യിൽ വെക്കേണ്ട പൈസയായിരുന്നു. പുറകെ ശരിക്കുമുള്ള കൃഷ്ണനെയും കൊണ്ട് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ നൈസായിട്ട് എന്തൊക്കെയോ ആയിപ്പോയി. അങ്ങനെ സദ്യ വന്നു. സദ്യ വന്ന് ഞാൻ സദ്യ കഴിച്ച്. ഇന്ന് ഞാൻ ശരിക്കും സദ്യ കഴിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ, കാരണം ലീവ് കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സദ്യ കഴിച്ച്, സദ്യയൊക്കെ കഴിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒലിക്കുക പുറത്തുകൂടെ, അത്രയും ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യ കഴിച്ച് പായസവും കുടിച്ച്, പായസം എന്താ ശർക്കര പായസമായിരുന്നു തോന്നുന്നു, പായസമൊക്കെ കുടിച്ച് പറയാതെ വയ്യ. ഈ നിമിഷം ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോഴുള്ള നാട്ടിലെ വിഷുവൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടോ, അതൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാണ്ട് വിഷുവൊക്കെ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആഘോഷിക്കുന്നു. വലിയ രസമൊന്നുമില്ല കേട്ടോ, പറയാൻ സുഖമാണെങ്കിലും വലിയ രസമൊന്നുമില്ല. അങ്ങനെ കൈയൊക്കെ കഴുകി വയറ് പൊട്ടാനായി, അത്രയും ഞാൻ സദ്യ കഴിച്ചു. ഇനി എനിക്ക് റൂമിൽ ചെല്ലണം, കിടന്നുറങ്ങണം, ഭക്ഷണം സദ്യ കഴിച്ച ക്ഷീണം ഒന്ന് തീർക്കണം, അതിന് വേണ്ടി. അപ്പോൾ ഞാൻ റൂമിലൊക്കെ എത്തി. നല്ല ചൂട് മാറുന്നില്ല, എന്താണാവോ. ഇനി ഒരു ഉറക്കം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വിഷു വിശേഷങ്ങൾ. ബൈ.